നമസ്കാരം. എഡ്യൂകെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റിന് മാത്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാൽക്കുലസിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷനിലെ കുറച്ച് 4 മാർക്സ് ആൻഡ് 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. Question. Evaluate integral 3 e raised to 2x minus 2 e raised to x divided by e raised to 2x plus 2 e raised to x minus 8. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കൂ, ഇ റേസ് ടു എക്സ് ന്യൂമറേറ്റർ രണ്ട് ടേമിലും കോമൺ ആണ്. അപ്പൊ ഈ കോമൺ ആയിട്ടുള്ള ഇ റേസ് ടു 2x നമ്മൾ ടേക്ക് ഔട്ട് ചെയ്യാണ്. So I'm writing e raised to x into 3 e raised to x minus 2 divided by denominator e raised to x. I am writing e raised to x the whole square plus 2 e raised to x minus 8 dx. നോക്കൂ, ഇനി ഞാൻ e raised to x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ന്യൂമറേറ്ററിൽ എനിക്ക് അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള e raised to x ഉണ്ട് അല്ലേ? So I am substituting for e raised to x as u. ഡെറിവേറ്റീവ് എന്ത് തന്നെ വരും? ഇ റേസ് ടു എക്സ് തന്നെ വരും. സോ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. നോക്കൂ, ഇ റേസ് ടു എക്സ് ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിലുണ്ട്. അപ്പൊ ഇ റേസ് ടു എക്സ് ഡി എക്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം ബൈ ഡി യു. സോ ഇന്റഗ്രൽ വിൽ ബിക്കം 3u minus 2 divided by u square plus 2u minus 8 du. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇന്റഗ്രലിലുള്ള ഈ 3u minus 2 ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 2u minus 8 എന്ന് പറയുന്ന ടേമിനെ ഞാൻ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. 3u minus 2 ഡിവൈഡഡ് ബൈ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ ഫാക്ടറൈസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ഇതിനെ u plus 4 into u minus 2 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് a divided by u plus 4 plus b divided by u minus 2. Okay, now I am writing 3u minus 2 is equal to a into the left side ലുള്ള denominator ഞാൻ right side ലേക്ക് multiply ചെയ്യാണ്. I am multiplying each term with the denominator in the left side. അപ്പൊ എന്ത് വരും? a into u minus 2, u plus 4 കട്ടായി പോകും, a into u minus 2 plus b into u plus 4. ഇനി എയും ബിയും രണ്ട് കോൺസ്റ്റന്റ്സ് ആണ്. ഈ കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ യുവിന്റെ രണ്ട് ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് I am giving the value of u as -4. എന്താണ്? ബി ടേം മൊത്തം കളയാൻ വേണ്ടിയിട്ട് ഞാൻ യുവിന് -4 കൊടുക്കുകയാണ്. അപ്പൊ യുവിന് -4 കൊടുക്കുമ്പോൾ -4 + 4 ക്യാൻസൽ ആയി പോകും. അപ്പൊ ബി എനിക്ക് 0 ആകും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? എ കിട്ടും. സോ അപ്പൊ യുവിന് -4 കൊടുക്കുമ്പോൾ it will become 3 into -4 minus 2 is equal to a into -4 minus 2. എന്താ വരാ? 3 into -4 -12 -12 minus 2 -14 is equal to -4 minus 2 -6a, and I'm getting the value of a as 14 divided by 6, which is 7 by 3. Now I'm giving the value of u as 2. Okay, u ന് 2 കൊടുക്കുമ്പോൾ എന്താ വരാ? 3 into 2 minus 2 is equal to a into എന്തായി? 2 minus 2 ക്യാൻസൽ ആയി പോകും, പ്ലസ് b into 2 plus 4 എന്ന് കിട്ടും. So 3 into 2 6, 6 minus 2 is 4, and a term ഇവിടെ 0 ആണ്. b I am getting as 2 plus 4 6b. Then value of b is 4 divided by 6, which is 2 by 3. So I'm getting the value of a and b as 7 by 3 and 2 by 3. എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം ഇതിനെ? I can write the integral as integral of 7 by 3 divided by u plus 4 plus b എന്താണ്? 2 by 3 ആണ് b യുടെ വാല്യൂ. So 2 by 3 divided by u minus 2 du.
Okay, so നോക്കൂ 7/3 കോൺസ്റ്റന്റ് ആണ്. I can take that out. ഫസ്റ്റ് ഇന്റഗ്രൽ എന്താ 1 divided by u plus 4. 1 by x ഇന്റഗ്രൽ log x ആണ്. ഇവിടെ u ലാണ് ഫംഗ്ഷൻ. 1 by u plus 4 ന്റെ ഡെറിവേറ്റീവ് log u plus 4. So I'm getting the result as 7/3 log mod u plus 4 plus 2/3 log mod u minus 2 plus c. Why I am giving mod? Because log is defined only for positive numbers. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും കൂടെ log എഴുതുമ്പോൾ എല്ലാം എന്താണ് മോഡുലസിലാണ് ഇടുന്നത്. ഓക്കെ, ഇനി നമ്മൾ റീപ്ലേസ് ചെയ്യാണ് യുവിനെ. സോ ഐ ക്യാൻ റൈറ്റ് 7/3 log e raised to x plus 4 plus 2/3 log e raised to x minus 2 plus c. So this is the final answer we are getting. Okay. So next question. Evaluate integral 2 divided by 1 minus x into 1 plus x square dx. ISC 2023 ചോദിച്ച ഒരു 6 മാർക്സ് ക്വസ്റ്റൻ ആണിത്. പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇതും സോൾവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാണ്. Then I am giving the result integral. So 2 divided by 1 minus x into 1 plus x square നെ എനിക്ക് a divided by 1 minus x plus bx plus c divided by 1 plus x square എന്ന് എഴുതാം. bx plus c കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ ഒരു ഫാക്ടർ എന്താണ് ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് മാത്രമല്ലാതെ bx plus c എന്ന് പറയുന്ന ഒരു ലീനിയർ ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി 2 എനിക്ക് എന്ത് ചെയ്യാം? LHSലെ ഡിനോമിനേറ്റർ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ 2 is equal to a into 1 plus x square plus bx plus c into 1 minus x എന്ന് വരും. Now I'm giving the value of x as 1. Equation എങ്ങനെ കിട്ടും? 2 is equal to 1 square is 1, 1 plus 1 2, 2a. b മൊത്തം ക്യാൻസൽ ആയി പോകും. So 2 is equal to 2a. I'm getting the value of a as 1. ഇനി ചെയ്യാൻ പോകുന്നത് കോഎഫിഷ്യന്റ്സ് ഇക്വേറ്റ് ചെയ്യാണ്. x സ്ക്വയറിന്റെ അല്ലെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ്സ് ഇക്വേറ്റ് ചെയ്യാം, x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം, കോൺസ്റ്റന്റ് ടേംസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോ ഇക്വേറ്റിംഗ് the coefficient of x. ലെഫ്റ്റ് സൈഡിൽ x ടേംസ് ഒന്നും ഇല്ല. കോഎഫിഷ്യന്റ് ലെഫ്റ്റ് സൈഡിൽ എന്താണ് 0 ആണ്. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കോഎഫിഷ്യന്റ് ഓഫ് x നമ്മൾ റൈറ്റ് സൈഡിലെ സെക്കൻഡ് ടേം മൊത്തം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് b മൈനസ് c ആണ്. അപ്പൊ 0 is equal to b minus c എന്ന് എഴുതാം and b equal to c എന്ന് നമുക്ക് കിട്ടും. ഇനി കോൺസ്റ്റന്റ് ടേംസിനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. സോ ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടേംസ്. കോൺസ്റ്റന്റ് ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പോഴോ ലെഫ്റ്റ് സൈഡിൽ 2 ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്, റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് a into 1 a വരും, then b ടേം അവിടെ വരില്ല, പ്ലസ് c ആണ് വരിക. Okay, so c can be written as 2 minus a. യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 minus 1 is equal to 1. b യും c യും ഈക്വൽ ആണ്. അപ്പൊ b is also we are getting as 1. അപ്പൊ ഇവിടെ a is equal to 1, b is equal to 1 and c is also equal to 1. എനിക്ക് ഇന്റഗ്രലിനെ എങ്ങനെ ഇവിടെ എഴുതാം? ഇന്റഗ്രൽ will become integral of 1 divided by 1 minus x plus x plus 1 divided by 1 plus x square dx. Okay, ഞാൻ ഇന്റഗ്രലിനെ ഒന്നും കൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണ്. This integral will become integral of 1 divided by 1 minus x plus x plus 1 divided by 1 plus x square ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. x divided by 1 plus x square plus 1 divided by 1 plus x square dx. Okay, ഇന്റഗ്രലിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. 1 by 1 minus x dx plus integral x divided by 1 plus x square dx plus integral 1 divided by 1 plus x square
dx. ഫസ്റ്റ് ഇന്റഗ്രൽ നോക്കൂ, ഇന്റഗ്രൽ ഓഫ് 1/1 മൈനസ് എക്സ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. 1/x ന് log x എന്ന് എഴുതാമെങ്കിൽ 1/1 മൈനസ് എക്സ് ഐ ക്യാൻ റൈറ്റ് ദ ഇന്റഗ്രൽ ആസ് log mod 1 മൈനസ് എക്സ്. പ്ലസ് സെക്കൻഡ് ടേം നോക്കൂ, സെക്കൻഡ് ടേമിൽ x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് കിടക്കുന്നത് അല്ലേ. ഞാൻ ഇവിടെ ഒരു 2 കൊടുക്കാണ്, അതായത് 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാണ്. അപ്പൊ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. 2x ആണ് മുകളിൽ കിടക്കുന്നത് അല്ലേ. അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ. ആൻസർ എന്താ വരിക? ലോഗ് അല്ലേ വരിക. 1/2 ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1/u du എന്ന് വരും. We can write it as log. Okay, then 1/1 plus x square, integral of 1/1 plus x square tan inverse of x ആണ്. So directly നമുക്ക് tan inverse of x plus c. So the answer is log 1 minus x plus 1/2 log 1 plus x square plus tan inverse of x plus c. This is the answer. Third question, IC 2024 ചോദിച്ച ഒരു 4 mark question ആണ്. Third question, evaluate integral x square cos x dx. IC 2024 ചോദിച്ച ഒരു 4 mark question ആണെന്ന്. നമ്മളിത് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ്. അതായത് രണ്ട് ഫംഗ്ഷൻസ് പ്രോഡക്റ്റ് ഫോമിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ ഡിസൈഡ് ചെയ്യുന്നതിന് ഒരു റൂൾ ഉണ്ട്, ഐലേറ്റ് റൂൾ എന്ന് നമ്മൾ പറയും അതിനെ. ഐലേറ്റ്. ഏതിൽ I stands for inverse trigonometric functions and L stands for logarithmic functions, A stands for algebra, T stands for trigonometry and E stands for exponential functions. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ആൾജിബ്രൈക് ഫംഗ്ഷനും ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഒരുമിച്ചാണ് വന്നത്. പ്രിഫറൻസ് ഏതിനാണ്? ആൾജിബ്രൈക് ഫംഗ്ഷൻ ആണ് പ്രിഫറൻസ്. എക്സ് സ്ക്വയറിനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട്, കോസ് എക്സിനെ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു. ഇന്റഗ്രൽ ഇസ് ഈക്വൽ, എങ്ങനെയാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഇസ് സൈൻ എക്സ് minus integral of derivative of x square is 2x into integral of cos x is sin x. So it will become x square sin x minus 2 is constant, we can take that out. Integral of x sin x dx എന്ന് വരുന്നു. നമ്മൾ വീണ്ടും ഇവിടെ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. അപ്പോൾ x square sin x minus 2 into ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഈസ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ സൈൻ എക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് 2 ഇൻറ്റു x into minus cos x, negative negative positive ആകും, 2x cos x, then minus 2 into negative into negative into negative, മൂന്ന് നെഗറ്റീവ് ആണ് വരിക. എന്താണ്? മൈനസ് തന്നെ വരും. മൈനസ് 2 into integral of cos x dx. Okay, so x square sin x plus 2x cos x minus 2 into cos x ന്റെ ഇന്റഗ്രൽ sin x plus c. sin x ടേംസിൽ എനിക്ക് കമ്പൈൻ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് 2x cos x പ്ലസ് c എന്ന് കിട്ടും. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Evaluate integral x plus 7 divided by x square plus 4x plus 7 dx. IC 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. പാർഷ്യൽ ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത്
ഇങ്ങനെ ഒരു ലീനിയർ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഈ ന്യൂമറേറ്ററിനെ ഒന്ന് റീപ്ലേസ് ചെയ്യും. That is x plus 7 is equal to constant into derivative of denominator, that is derivative of x square plus 4x plus 7 is another constant p. അപ്പോൾ ഇവിടെ നോക്കൂ, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്താണ് വരുന്നത്? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 4xന്റെ ഡെറിവേറ്റീവ് 4, 7ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് 7 is equal to a into 2x plus 4 plus b, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2ax plus 4a plus b എന്ന് വരും. x plus 7 ആണ് ലെഫ്റ്റ് സൈഡിൽ. നമുക്ക് ഈ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് x എന്താണ് കിട്ടുക? ലെഫ്റ്റ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1 is equal to റൈറ്റ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പോൾ 1 is equal to 2a എന്ന് എഴുതാം. ആൻഡ് a will get as 1/2. Now we can equate the constant terms. Constant terms equate ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ആരാണ്? 7 ആണ്. 7 is equal to 4a plus b എന്ന് വരും. എയുടെ വാല്യൂ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, 1/2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4/2 plus b എന്ന് വരും. 4/2 is 2, so 2 plus b, and b we will get as 7 minus 2 equal to 5. ഓക്കെ, സോ ഇന്റഗ്രൽ നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലാണ്. ഇന്റഗ്രൽ ഓഫ് 1/2 into 2x plus 4 divided by x square plus 4x plus 7. Plus b term ഇവിടെ കിട്ടുന്നത് 5 ആണ്. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുവാണ്. 1/2 ഇന്റഗ്രൽ 2x plus 4 divided by x square plus 4x plus 7 dx plus 5 into integral 1 divided by x square plus 4x plus 7 dx. രണ്ട് ഇന്റഗ്രൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാണ്. ഫസ്റ്റ് നോക്കിയ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ അല്ലേ? അപ്പൊ ഡയറക്ട്ലി എനിക്ക് എന്ത് എഴുതാം? ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്ന ആൻസർ അവിടെ എഴുതാം. അപ്പൊ ഫസ്റ്റ് പാർട്ട് 1/2 ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 7 എന്ന ആൻസർ കിട്ടും. പാർട്ടിൽ നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യണം. ദാറ്റ് ഇസ് 1 ഡിവൈഡഡ് ബൈ, നോക്കൂ എന്താ ഇവിടെ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 7 ആണ്. എങ്ങനെ ഇതിനെ മാറ്റാം? എക്സ് പ്ലസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 2. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇവിടെ 4 ആണ്, ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് ഈ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കോൺസ്റ്റന്റിന്റെ സ്ക്വയർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഇസ് 2 സ്ക്വയർ. 4 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കോൺസ്റ്റന്റ് 7 അതുകൂടി എഴുതും. സോ ദിസ് ഇസ് 1/2 log mod x square plus 4x plus 7 plus 5 into integral 1 divided by x plus 2 the whole square plus 3. ഈ 3 എനിക്ക് എന്ത് ചെയ്യാം? √3 സ്ക്വയർ എന്ന് എഴുതാം. സോ 3 I am writing as √3 the whole square. ഇതിപ്പോ എന്തായി? 1/x square plus a square എന്നുള്ള ഫോർമുല. ഇന്റഗ്രൽ ഓഫ് 1/x square plus a square. ഇന്റഗ്രൽ ഓഫ് 1/x square plus a square എന്ന് പറയുന്നത് 1/a tan inverse x by a plus c ആണ്. സോ ഇവിടെ എക്സിന്റെ പ്ലേസിൽ x plus 2 ആണ്, a √3 ആണ്. അപ്പൊ ഇന്റഗ്രൽ എങ്ങനെ നമുക്ക് എഴുതാം? 1/2 log x square plus 4x plus 7 ഓൾറെഡി ഉണ്ടായിരുന്നു, പ്ലസ് 5 into 1/a, that is 1 divided by √3 tan inverse x plus 2 divided by √3 plus c. So the final answer is 1/2 log mod x square plus 4x plus 7 plus 5 by √3 tan inverse x plus 2 divided by √3 plus 3. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
അപ്പൊ നോക്കൂ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇത് പാർഷ്യൽ ഇന്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തു. ദെൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയറും ഇതിൽ ഒരുപോലെ വരുന്നുണ്ട്. അപ്പൊ ഇത് വെയിറ്റേജ് കൂടിയ ഒരു പോർഷൻ ആണ്. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ എക്സാമിന് അത് വളരെ നന്നായിട്ട് ഉപകരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.